CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട വധശ്രമ കേസിലെ പ്രതി സ്റ്റേഷനിൽ കീഴടങ്ങി. കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പുന്നേർകുളം ചമ്മന്നൂർ മുണ്ടാറയിൽ വീട്ടിൽ മുഹമ്മദ് ഷിഫാനാണ് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ചാവക്കാട് നഗരസഭയിൽ അഴിമതി ആരോപണം. കൌൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. തുടർന്ന് നഗരത്തിൽ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നും കെട്ടിട നികുതി തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടതായി സംശയം. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സംശയം ബലപ്പെട്ടത്. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറപാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു. രോഗിയെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് കാറിലിടിച്ച് അപകടം സംഭവിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും സംസ്ഥാന പാതയിൽ നിന്നും ഇടിച്ച വാഹനങ്ങൾ മാറ്റാത്തതിൽ നാട്ടുകാരുടെ പരാതി. എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ മാറ്റണമെന്ന് നാട്ടുകാർ. ഏകാധിപത്യ ഭരണ സംവിധാനത്തെ ശക്തമായ സമരത്തിലൂടെ വിദ്യാർത്ഥികൾ മുട്ടുകുത്തിച്ചുവെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് MLA. CPI കാട്ടകാമ്പ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MA രാജൻ അനുസ്മരണവും അനുമോദന സദസ്സും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദര സമ്മേളനം KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. വെള്ളാറ്റഞ്ഞൂർ ASN നമ്പീശൻ മാസ്റ്റർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ സാന്ത്വന പരിചരണ കേന്ദ്രത്തിന്റെയും ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെയും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. മലയാളത്തിന്റെ വാനമ്പാടിക്ക് ഇന്ന് 63ാം പിറന്നാൾ. സ്വരമാധുര്യം കൊണ്ട് മലയാളികളുടെ ഹൃദയം കവർന്ന ഗായികയാണ് KS ചിത്ര. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാതെ നാടിനെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ പള്ളിക്ക് കീഴിലുള്ള മഴുവഞ്ചേരി വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ കപ്പേളയിലെ തിരുനാൾ ആഘോഷിച്ചു. കുന്നംകുളം സംഗീത സൗഹൃദം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പിന്നണി ഗായിക S ജാനകിയമ്മ അനുസ്മരണവും സംഗീത സായാഹ്നവും നടത്തി. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാതെ ജനങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട UDF സർക്കാരിനെതിരെ CPIM നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറി അന്നകര കളത്തിൽപ്പറമ്പിൽ മാധവൻ സ്മരണാർത്ഥം ഓഗസ്റ്റ് 16 മുതൽ നടത്തുന്ന അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂർ പാരിസ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അറുതി വരുത്തി ഉടൻ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. UDF സർക്കാർ കേരളത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നതിൽ പ്രതിഷേധിച്ച് CPIM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലുവായി സെന്ററിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. അടുപ്പുട്ടി പള്ളിയുടെ കീഴിലുള്ള കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ടൌൺ കുരിശുപള്ളിയിൽ ശമൂൻ ദസ്തുനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. മറ്റം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ 11ാമത് കുടുംബസംഗമവും അവാർഡ് വിതരണവും നടത്തി. കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിക്കലും കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. ഞമനേങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി 7 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന രാമായണ പാരായണവും സത്സംഗവും സമാപിച്ചു. ബ്രിട്ടനിലെ ആൾട്ടണിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനത്തിന് ഞായറാഴ്ച സമാപനമായി. മണലൂർ നിയോജക മണ്ഡലത്തിലെ നവമണലൂർ വികസന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പ്രൊജക്ടിന്റെ ആദ്യഘട്ടമായ സാഹിത്യോത്സവത്തിന്റെ പദ്ധതി നിർവഹണ സമിതി രൂപീകരണ യോഗം നടന്നു. ഗുരുവായൂർ കുറുക്കംതറ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസം ആചരിച്ചു. അക്കിക്കാവ് NSS കരയോഗ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സമാദരവും നടത്തി. സുവിധം ഫൌണ്ടേഷൻ നടത്തിവരാറുള്ള നിർധന കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണം ചിറമനേങ്ങാട് ഗ്രാമീണ വായനശാലയിൽ നടത്തി. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗേൾസ് കബഡി അക്കാദമിക് ജേഴ്സി വിതരണവും ദേശീയ സംസ്ഥാന മെഡൽ ജേതാക്കൾക്ക് ആദരവും നടത്തി. കുന്നംകുളം യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ആർത്താറ്റ് ക്രിസ്റ്റൽ പാരഡൈസിൽ നടന്നു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ SSLC +2 CBSE ബോർഡ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.